ഇറാൻ ഇസ്രായേൽ സംഘർഷം വീണ്ടും ഗൾഫ് മേഖലയെ ആകെ പിടിച്ചുകുലുക്കുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാൻ ഉൾപ്പെടെ ജനവാസ മേഖലയിലേക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തി. ഇറാൻ നനച്ചിരിക്കാത്ത സമയത്താണ് വീണ്ടും ഇസ്രായേൽ ബലിസ്റ്റിക് മിസൈൽ ഫോർദോ ആണവ നിലയത്തിൽ പതിച്ചത്. ആണവ നിലയത്തിനുമേൽ ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ ആക്രമണമാണിത്. ആണവ ചോർച്ചാ സാധ്യതയും വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. തലസ്ഥാനത്തോട് ചേർന്ന് ഈവിൻ ജയിലിലേക്കും ബാലിസ്റ്റിക് മിസൈൽ വീണു. 1972 സ്ഥാപിതമായ ജയിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രാഷ്ട്രീയ തടവുകാർ, മാധ്യമപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, ചാരപ്രവൃത്തി, രാജ്യദ്രോഹ പ്രവർത്തനം എന്നിവ ആരോപിച്ച് ഭരണകൂടം തടവിലാക്കപ്പെട്ടവരുടെ കേന്ദ്രമാണ്. മനുഷ്യാവകാശ ലംഘനത്തിന് പേരുകേട്ട ഇവിടെ തന്നെയാണ് ഇറാൻ മൊസാദിന്റെ ചാരന്മാരെയും തടവിലാക്കിയിട്ടുള്ളത്. ഇവരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ മിസൈൽ ആക്രമണം നടത്തിയതെന്ന കാര്യത്തിലും സംശയമുണ്ട്. ജയിലിന്റെ ഒരു ഭാഗം മാത്രമാണ് തകർക്കപ്പെട്ടതെന്നും ജീവഹാനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. ടെഹ്റാനിലെ ടെലിവിഷൻ ആസ്ഥാനത്തിന് നേരെയും ആക്രമണമുണ്ടായി. മാധ്യമ സ്ഥാപനത്തിന് നേരെയുണ്ടായ ആക്രമണം ഇസ്രായേലിന്റെ വീരത്വം വെളിപ്പെടുത്തുന്നതാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി പറഞ്ഞു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് അവസാനിച്ചു. സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ വ്ളാഡിമിർ പുതിനിൽ നിന്ന് കൂടുതൽ സഹായം അഭ്യർത്ഥിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. വിഷയത്തിൽ റഷ്യയുടെ സജീവ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.